ഇന്ന് കറിവേപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കറിവേപ്പിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്ന ഒരു വാക്കാണ് വേപ്പില പറിക്കരുത്. വേപ്പില പറിക്കരുതെന്ന് വെച്ചാൽ വേപ്പില പറിക്കാതെ പിന്നെ വേപ്പില എങ്ങനെ കിട്ടും? അപ്പോൾ വേപ്പിൻ്റെ അടുത്ത് പോയിട്ട് ഇതേമാതിരി ഇങ്ങനെ ഒടിച്ചൊടിച്ച് എടുക്കരുത് ഒന്ന്. പിന്നെ വേപ്പിൻ്റെ അടുത്ത് പോയിട്ട് ഇതേമാതിരി വേപ്പില ഊരിയെടുക്കും. അതുകൊണ്ട് അതും ചെയ്യരുത്, രണ്ടും ചെയ്യരുത്. ഇനി മൂന്നാമത്തെ കേസ്, വേപ്പില പോയിട്ട് ചെടിയുമ്പോൾ പോയിട്ട് ഇതേമാതിരി ഒടിക്കും കൈ കൊണ്ട്. ഒടിച്ചിട്ട് ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. ഒടിച്ചു കഴിഞ്ഞിട്ട് കിട്ടാതാകുമ്പോൾ അതിങ്ങനെ ഒന്ന് വലിക്കുമ്പോൾ ഇവിടെ വെച്ചിട്ട് ഉണങ്ങിപ്പോവും. ഇത് ഇവിടെ നിന്ന് തുടങ്ങി ഉള്ളത് ഇതിങ്ങനെ പോയി ഇവിടെ നിന്നിട്ട് ഉണങ്ങാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? വേപ്പില പറിക്കരുത്, അത് ഉരിച്ചെടുക്കരുത്. എന്ത് ചെയ്യണം? കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരിയുള്ള തലയിൽ കട്ടർ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ കട്ട് ചെയ്ത ദിക്കിന്ന് ഇതേമാതിരി 2-3 ചെനപ്പുകളൊക്കെ ആയിട്ട് വരും. ഇങ്ങനെയാണ് വേപ്പില എടുക്കേണ്ടത്. അല്ലാതെ കണ്ട് ചെടി ഉണങ്ങിപ്പോവും. എപ്പോഴും വേപ്പിലയുടെ അടുത്ത് പോകുമ്പോൾ കത്തിയോ കട്ടറോ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തെടുക്കണം. പണ്ടത്തെ പല ആളുകളും പറയാറുണ്ട്, അടുത്ത വീട്ടിലെ കമലാക്ഷി വന്ന് എൻ്റെ വേപ്പുമ്മൽ കൈവച്ച് അവൾ ദുഷ്ടയാണ്, അവൾ എടുത്തതിന് ശേഷം ആ ചെടി ഉണങ്ങിപ്പോയിന്ന്. കമലാക്ഷി ദുഷ്ടമായിട്ടൊന്നുമല്ല, പാവമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത മെത്തേഡാണ് തെറ്റ്. ചെടിയുമെന്ന് ഒടിച്ചെടുക്കുന്നതാണ്. അപ്പം മറ്റുള്ളവരെ കൊണ്ടാവുന്നതും ചെടിയുമെന്ന് വേപ്പില പറപ്പിക്കാതെ എടുക്കുക. ഇതേമാതിരി കട്ട് ചെയ്തത് എടുത്തിട്ട് അവർക്ക് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു തല വെട്ടിയാലും അവിടെ നിന്ന് 4-5 ചെനപ്പുകൾ പുതുതായിട്ട് വരും. അപ്പോൾ അതാണത് ഒന്ന്. പിന്നെ കറിവേപ്പ് മറ്റുള്ളവർ തന്നു കഴിഞ്ഞാൽ മേടിച്ച് നടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ശത്രുക്കളിൽ നിന്ന് വാങ്ങരുതെന്ന് ഞാൻ പറയും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിവേപ്പിൻ്റെ കടയ്ക്ക് കൂടെ ഇങ്ങനെ വള്ളിയായിട്ട് ഇങ്ങനെ ദൂരെ ദിക്കിലേക്ക് പോകും. അത് പറിച്ചെടുത്തിട്ട് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നാരായ വേരെന്ന് പറഞ്ഞ സാധനമല്ല, അതിന് ഒരു വളഞ്ഞിട്ടൊരു ഇതാണ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നട്ടു കഴിഞ്ഞാൽ വളർച്ച വളരെ കുറയും. അപ്പോൾ കറിവേപ്പ് നടുന്നത് കുരു മുളപ്പിച്ചിട്ട് ഉള്ള കറിവേപ്പാണ് നമ്മൾ നടേണ്ടത്. അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കുരു മുളച്ചിട്ടുള്ള വേപ്പാണത്. അപ്പോൾ ഈ വേപ്പിന് അങ്ങനെ ഈ നാരായ വേരുണ്ടാവും. ഇത് കൊണ്ടുപോയി നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വളർച്ച ഒരുപാട് ഉണ്ടാവും. പെട്ടെന്ന് വളർന്ന് മുകളിലേക്ക് പോകും. നല്ല ആരോഗ്യം ഉണ്ടാവും. കണ്ടില്ലേ വേര്? ആ നാരായ വേരുള്ള ഇതിനെല്ലാത്തിനും വളർച്ച പെട്ടെന്നായിരിക്കും. മറ്റേ ഇതിൽ നിന്ന് കടയ്ക്കുന്ന പറിക്കുന്നത് കറിവേപ്പ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാനിവിടെ നിന്ന് ഒരെണ്ണം പറിച്ച് കാണിച്ചു തരാം. വേര് സഞ്ചരിക്കുന്ന വേരുമെന്നുണ്ടാവുന്നതാണ്. ഇതിന് വളർച്ച കുറയും. അതേസമയത്ത് ഇതേമാതിരി നാരായ വേരുള്ള നീട്ടത്തിലുള്ളതിന് വളർച്ച കൂടും. ഇതും വേരിൽ നിന്നുണ്ടാവുന്നതാണ്. അതായത് ഈ വേരിന് അറ്റില്ല. അപ്പൊ ഇത് നടരുത് എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും വിത്തിൽ നിന്ന് വന്നിട്ടുള്ളത് നടണം. അതിന് മാത്രമേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതുകൊണ്ടായിരിക്കും അല്ലേ പലപ്പോഴും വേപ്പ് നട്ടിട്ട് വളർച്ച കുറവെന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം അതാണ്. വേപ്പ് ഇത് കുരു മുളപ്പിച്ച കവറിൽ വരുന്ന വേപ്പ് തൈകൾ ഇതേമാതിരിയുള്ളത് മാത്രമേ നടാവൂ. അപ്പം അതിന് വളർച്ച പെട്ടെന്ന് കൂടും. അതാണ് വേപ്പിൻ്റെ കഥ. ഈ കാണിച്ച കറിവേപ്പെല്ലാം സുവാസിനി എന്ന് പറഞ്ഞൊരു കറിവേപ്പാണ്. ഇതിൻ്റെ ഇലയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ കറിവേപ്പിൽ തന്നെ വ്യത്യസ്തത ഉണ്ട്. 3-4 ടൈപ്പ് ഉണ്ട്. ഇതൊന്ന് പൊട്ടിച്ച് മണച്ച് നോക്കിയാൽ, പൊട്ടിച്ചിട്ട് 2 പൊട്ടിച്ചിട്ട് മണച്ച് നോക്കിയാൽ അല്ലേ, ഇത് സുഹാസിനി എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ടിട്ടുള്ള കറിവേപ്പാണ്. അതേ സമയത്ത് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണുന്ന കറിവേപ്പ് ഇതേമാതിരത്തുള്ളതാണ്. ഇതിനൊന്നും ആ മണം ഉണ്ടാവില്ല. അതിനും ഇതിനായിട്ട് മണത്തിന് വ്യത്യാസമില്ലേ? ഉണ്ട് ഇല്ലേ? അപ്പോൾ ഇത് നാട്ടുമ്പുറത്തുള്ള ഇതാണ്. പിന്നെ ഇത് കറിവേപ്പ് കൊല്ലം ഇതേമാതിരി പൂക്കും. കണ്ടില്ലേ? പൂത്തുകൊണ്ടിരിക്കണം. ആ പൂക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ വിത്തെടുത്തിട്ട് കൊണ്ടുപോയിട്ട് നടും. നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ തൈകൾ ഉണ്ടാവും. ഞാനിവിടെ ഇതിൻ്റെ സുവാസിനി കറിവേപ്പാണ്. ഇപ്പോൾ എനിക്കിതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ എണ്ണ കാച്ചാൻ വേണ്ടി സ്പെഷ്യലായിട്ട് നട്ട് വളർത്തിയേക്കണതാണ്. പുറത്തുനിന്ന് ഒരു കാരണവശാലും വീട്ടിലെ ആവശ്യത്തിനും എണ്ണ കാച്ചാനുമായിട്ട് കറിവേപ്പില മേടിക്കില്ല. എണ്ണ കാച്ചാൻ വേണ്ടി കിലോ കണക്കിന് കറിവേപ്പില കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കെമിക്കലിൽ മുക്കിയിട്ടുള്ളതാണ്. അത് വെച്ച് എണ്ണ കാച്ചി കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതിലും നല്ലത് അതിനുവേണ്ടി ആവശ്യത്തിനുള്ള കറിവേപ്പ് ഇവിടെ നട്ടുവെച്ചിട്ടുണ്ട്. എത്ര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇത് കട്ട് ചെയ്ത് പുറത്ത് വിൽപ്പനയില്ല. വീട്ടിലുള്ള ആവശ്യത്തിന് ഉപയോഗിക്കും. എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യും. അപ്പോൾ ഇതൊക്കെ തമിഴ്നാട്ടിലത്തെ സുഹാസിനി എന്നുള്ള കറിവേപ്പാണ് ഈ കാണുന്നതൊക്കെ. 2 തരം കാണുന്നുണ്ട്. 2 തരം നാട്ടുമ്പുറത്തെ പണ്ടത്തെ ടൈപ്പ്
അതാണ്. ഇത്തിരി വട്ടനല്ല, വട്ടനല്ല, അതൊക്കെ നാട്ടിൻപുറത്ത്. ഇത് നാട്ടിൻപുറത്ത് തന്നെയാണ്. അതെ അതെ അതെ. ഗുണവും സ്മെല്ലും കൂടുതലുള്ള സുഹാസിനിയാണ്. അതെ, ഇത് നാട്ടിൻപുറത്തുള്ള കറിവേപ്പ്. ഇതേപോലത്തെ ഈ വലിപ്പമുള്ളതല്ലേ ശരിക്കും നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ടൈപ്പ്? അല്ല, അതേമാതിരിയുള്ള ആൾ വരുന്നത്. ഇതും അത് തന്നെയാണ്. അപ്പൊ 2-3 മെനം ഉണ്ട്. ഉണ്ട്. ഏറ്റവും നല്ലത് സുഹാസിനിയാണ്. കാണുമ്പോൾ അത്ര കണ്ട് അങ്ങോട്ട് ഭംഗി ഉണ്ടാവില്ല എന്ന് മാത്രം. ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ണം കുറഞ്ഞതെല്ലാം സുഹാസിനിയാണ്. അതേസമയത്ത് ഈ വണ്ണം കൂടിയത് ഇത് വേറെയാണ്, ഇത് നാടനാണ്. ഇവിടെ നാട്ടിൻപുറത്തുള്ള കറിവേപ്പാണ്. ഈ കാണുന്ന വലുത് കണ്ട, ഈ വലുത് വലിയല്ലായിട്ട് കാണുന്നത്. വലിപ്പമുള്ളതെല്ലാം നല്ലതല്ല എന്ന് പറഞ്ഞ പോലെ ഈ സുഹാസിനിയാണ് ഈ കാണുന്നത് ഏറ്റവും നല്ല. ഇത് തമിഴ്നാടിന്റെ സന്തതിയാണ് അത്. അപ്പൊ കറിവേപ്പ് യാതൊരു കാരണവശാലും കടകളിൽ നിന്ന് വാങ്ങരുത്. അത് നിർബന്ധമായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നും ബാക്കിയുള്ളിടത്തു നിന്നൊക്കെ ഇത് കൊമ്പായിട്ട് അവർ കട്ട് ചെയ്ത് എടുത്ത് കെമിക്കലിൽ മുക്കിയിട്ട് നമുക്ക് തരിക. അവരിത് കടയിൽ നിന്ന് വാങ്ങുന്ന വേപ്പില വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഒരാഴ്ച അവിടെ വെച്ചിരുന്നു കഴിഞ്ഞാലും അത് കൊഴിയില്ല. പക്ഷേ ഇത് നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പ് ഇത് കൊണ്ടുപോയി അവിടെ വീട്ടിൽ വെച്ചാൽ നാളത്തേക്ക് 24 മണിക്കൂറിനകത്ത് ഇത് വാടും, ഈ ഇല കൊഴിയും. അതാണ് വ്യത്യാസം. മറ്റേത് കെമിക്കലിൽ മുക്കിയാൽ ഒരാഴ്ച വരെ അത് കേടുകൂടാണ്ടിരിക്കും. അതാണ് അവിടെ നിന്ന് കയറ്റി ഇങ്ങോട്ട് വിടുന്നത് മുഴുവനും. എല്ലാ വേപ്പിലകളും ഇലക്കറികളും എല്ലാം തന്നെ മിക്കവാറും. ഇത് മാത്രമല്ല, നമ്മൾ മല്ലി തുടങ്ങി പുതിന തുടങ്ങി പല സാധനങ്ങളും വരുന്നത് കെമിക്കലിലാണ് മുക്കിയിട്ടാണ് വരുന്നത്. അതിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച വരെ കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്ക് നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അപ്പോൾ സേഫ് ടു ഈറ്റ് എന്ന് പറയുന്നത് നല്ലത് കഴിക്കുക. നല്ലത് കഴിക്കണമെങ്കിൽ നല്ലത് വളർത്തുക. നമുക്ക് തന്നെ കഴിക്കുമ്പോൾ സമാധാനമുണ്ട് ഇത് വിഷമില്ല എന്നുള്ളത്. അപ്പോൾ അതാണ് സേഫ് ടു ഈറ്റ്. അപ്പോൾ നല്ല സാധനങ്ങൾ നമ്മൾ നട്ടു വളർത്തുക, നമ്മൾ തന്നെ കഴിക്കുക. അതിൽ പരം വേറെ സുഖം വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ഈ കറിവേപ്പിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായി വീണ്ടും ഞാൻ വരാം. നന്ദി, നമസ്കാരം.